വർഷം 1989. രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഷാബാനു കേസ്, രാമക്ഷേത്ര വിഷയമെല്ലാം കത്തിച്ചു നിർത്തി രാജ്യത്തുടനീളം ഹിന്ദുത്വ ശക്തികൾ വേരുറപ്പിക്കുന്ന സമയം കൂടിയായിരുന്നു അത്. പട്ടിന്റെ നഗരം എന്ന് വിളിപ്പേരുള്ള സ്ഥലമാണ് ബീഹാറിലെ ഭഗൽപൂർ. ലോകപ്രസിദ്ധമാണ് അവിടുത്തെ ടെസർ പട്ട്. മുസ്ലിങ്ങളായ അൻസാരികളും ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള താന്തികളുമായിരുന്നു ഈ മേഖലയിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇവിടുത്തെ പട്ടുൽപാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും ഈ രണ്ട് വിഭാഗങ്ങളുമായിരുന്നു. വളരെ സമാധാനത്തോടെ മുന്നോട്ടു പോയിരുന്ന ആ പ്രദേശത്തെ കീഴ്മേൽ മറിച്ചത് 1989 ഒക്ടോബറിലെ രാംശില പൂജാ യാത്രയായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തായിരുന്നു അതിന്റെ സംഘാടകർ. 1989 ഒക്ടോബർ 24 നടന്ന ആ ഘോഷയാത്ര മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തർത്തർപൂർ കടന്നു പോകുമ്പോൾ ഘോഷയാത്രയുടെ ഭാഗമായിരുന്നവരിൽ ചിലർ പ്രകോപിത മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ ആരംഭിച്ചു. മുസ്ലിങ്ങളോട് പ്രദേശമൊഴിയാനും പാകിസ്ഥാനിലേക്ക് പോകാനും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നതായിരുന്നു അവയിൽ മിക്കതും. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തർത്തർപൂർ ചൌക്കിലെ മുസ്ലിം ഹൈസ്കൂളിന് സമീപത്ത് വെച്ച് ഘോഷയാത്ര തടഞ്ഞു നിർത്തി. വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കെ പൊടുന്നനെയായിരുന്നു ആ സ്കൂളിനുള്ളിൽ നിന്ന് കല്ലുകളും വടികളുമൊക്കെ ഘോഷയാത്രയ്ക്ക് നേരെ വന്നത്. ഘോഷയാത്രയുടെ ഭാഗമായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ചിതറിയോടി. തിക്കും തിരക്കുമുണ്ടായി. സമീപത്തുള്ള കടകൾ ആക്രമിക്കപ്പെട്ടു. പോലീസ് വെടിവെച്ചു. അതിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആരായിരുന്നു കല്ലെറിഞ്ഞതെന്നത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഘോഷയാത്രയ്ക്ക് നേരെ മുസ്ലിങ്ങൾ ബോംബാക്രമണം നടത്തിയെന്നൊക്കെയായിരുന്നു പ്രചാരണം. അന്ന് വൈകിട്ട് 4 മണിയോടെയാണ് മറ്റൊരു കഥ കൂടി അവിടെ പരക്കാൻ തുടങ്ങിയത്. സമീപത്തുള്ള മുസ്ലിം ലോഡ്ജിൽ താമസിച്ചിരുന്ന 200 ഹിന്ദു വിദ്യാർത്ഥികളെ കാണാനില്ലെന്നായിരുന്നു ആ പ്രചാരണം. പിന്നാലെ അവിടെ അടുത്തുള്ള ഒരു കിണറ്റിൽ 100 കണക്കിന് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും ഒരു കഥ കാട്ടുതീ പോലെ പടർന്നു. ഭഗൽപൂരിൽ മാത്രമായിരുന്നില്ല, സമീപത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലും ഈ കഥ സത്യമെന്ന നിലയിൽ പ്രചരിച്ചു. അതോടെ മേഖല കലാപഭൂമിയായി.